ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ദേവരാജിൻ്റെ പുതിയൊരു ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, വലുതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വ്ളോഗ് ചേർന്നൊന്നും കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു ബാംഗ്ലൂരാണുള്ളത്. അപ്പം പെട്ടെന്നൊരു ലീവ് കിട്ടി, ഒരു 4 days അടുപ്പിച്ച് ലീവ് വന്നപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചു. സോ ഞാനിപ്പോൾ പോകുന്നത് കൂർഗിലേക്കാണ്. സോ ആക്ച്വലി 11 o'clock ബസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10:55 ആയി, ലേറ്റാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വലിയ തിരക്കൊന്നും ബസ്സിലില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സീറ്റിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കുപ്പിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ലേറ്റായി, കിടന്നുറങ്ങട്ടെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. സോ ഗൈസ്, ഞാൻ അവിടെ എത്തി കൂർഗിൽ. അപ്പോൾ 5:45 to 6 o'clock മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എത്തിയത്, കാരണം ഫുൾ ഇരുടായിരുന്നു. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേ. ഇപ്പം ചെക്കിൻ ടൈം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള ചെറിയ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഗൈസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ നമ്മുടെ ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് അറൗണ്ട് 3 kilometers യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. അവിടെ ഒരു ഹോട്ടൽ ഉടുപ്പി ശ്രീകൃഷ്ണ ഗ്രാൻഡിലാണ് ഞങ്ങൾ പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഫുഡായിരുന്നു. സെയിം വേ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രാജാ സീറ്റിലേക്കാണ്. സോ ഇപ്പോൾ ഉടുപ്പിയുടെ അവിടെ നിന്ന് അറൗണ്ട് ജസ്റ്റ് 1 kilometer അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ രാജാ സീറ്റിൽ ആക്ച്വലി ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടിക്കറ്റ് ഫീ ഉണ്ട്, പെർ ഹെഡ് 20 rupees ആണ്. വർത്ത് ആണോ എന്നുള്ളത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഗൈസ്, അപ്പം ഞാൻ ആദ്യമായിട്ട് സിപ്പ് ലൈൻ ട്രൈ ചെയ്യാൻ പോവാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇനി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു. സോ കാണാം ഗൈസ്. അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. വിചാരിച്ച പോലെ വലിയൊരു സീനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, അടിപൊളി സംഭവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റോൺ ഹിൽസിലേക്കാണ്. അവിടെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ നിന്നിട്ടുള്ളൂ. എന്താ പറയണേ, ആക്ച്വലി മടിക്കേരി കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യൂ ആണ് അവിടെ ഉള്ളത്. ഗൂഗിളിലെ ഇമേജസൊക്കെ വേറെയും കുറേ സംഭവങ്ങൾ കണ്ടിട്ടായിരുന്നു, പക്ഷേ അതൊന്നും അവിടെ കാണാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ് കുറച്ച് സമയം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു നല്ലൊരു വൈബൊക്കെ ഉണ്ടാവും. കുറച്ച് സമയം ചില്ല് ചെയ്യാനും അതിനൊക്കെ പറ്റുന്നൊരു സ്ഥലം തന്നെ. സോ സ്റ്റോൺ ഹിൽസ് ഞങ്ങൾ നേരെ പോയത് അബി ഫാൾസിലേക്കാണ്. അവിടുന്ന് അറൗണ്ട് 8 kilometers ഉണ്ടായിരുന്നു. അപ്പോൾ അബി ഫാൾസിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ടിക്കറ്റാണ് എടുക്കാനുള്ളത്. ഒരെണ്ണം പാർക്കിംഗ് ഫീസും ഒരെണ്ണം എൻട്രി ഫീസും. പാർക്കിംഗ് ഫീസ് ബൈക്കിന് 20 rupees ആണ്. ജീപ്പിന് കാർ അങ്ങനെ ആകുമ്പോൾ 50 rupees ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ എൻട്രി 10 rupees ഉള്ളൂ പെർ ഹെഡ്. So guys, thanks for watching and keep supporting and subscribe for more videos.